നമസ്കാരം, ഈസി നേഴ്സിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പിനെഫ്രിൻ. കുറെ നാളായി നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിട്ടിക്കൽ കെയർ ഡ്രഗ്സ് അല്ലെങ്കിൽ എമർജൻസി ഡ്രഗ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യും. അതിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ. ക്രിട്ടിക്കൽ കെയർ ഡ്രഗ് അല്ലെങ്കിൽ എമർജൻസി ഡ്രഗ് ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് എപ്പിനെഫ്രിൻ. എന്താണ് എപ്പിനെഫ്രിൻ? നമ്മൾ പല സിറ്റുവേഷൻസിലും എപ്പിനെഫ്രിൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ. എപ്പിനെഫ്രിൻ എന്താണ്? എപ്പിനെഫ്രിൻ ഇസ് എൻ ആക്ടിവേറ്റർ. നമ്മളെ എല്ലാം ആക്ടിവേറ്റ് ആക്കുന്ന ഒരു സാധനമാണ് എന്ത്? എപ്പിനെഫ്രിൻ. എപ്പി പുഷ് ദ ഹാർട്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഹാർട്ടിന് എന്ത് ചെയ്യും? ഹാർട്ടിനെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, കൂടുതലായിട്ട് കൺട്രാക്ട് ചെയ്യാനായിട്ട്, പുഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത്? എപ്പിനെഫ്രിൻ. ലങ്സിന് എന്താണ് ചെയ്യുന്നത്? ലങ്സിന്റെ സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്തിട്ട് ലങ്സിനെ കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് എന്ത്? എപ്പിനെഫ്രിൻ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഹാർട്ടിനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ സിറ്റുവേഷൻസിൽ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന, എമർജൻസീസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? എപ്പിനെഫ്രിൻ. അപ്പം എപ്പിനെഫ്രിന്റെ ആക്ഷൻ എങ്ങനെയാണ്? ആക്ഷൻ α1 റിസെപ്റ്ററിൽ ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ്. α1 റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് മസിൽസ്, ബ്ലഡ് മസിൽസിലെല്ലാം ഉള്ള സ്മൂത്ത് മസിൽസിനെ കൺസ്ട്രിക്ട് ചെയ്യിക്കുന്നു എപ്പിനെഫ്രിൻ. β1, β2 റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. β1 എന്താണ്? β1 നമ്മുടെ ഹാർട്ടിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഹാർട്ടിനെ പുഷ് ചെയ്യുന്നത് അല്ലെ. β1 നമ്മുടെ ഹാർട്ടിലുള്ള മസിൽസിനെ കൂടുതലായിട്ട് കൺട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് β1 റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ത്? എപ്പിനെഫ്രിൻ. β2 എവിടെയാണ്? β2 രണ്ട് ലങ്സിൽ എന്ന് ഓർക്കുക. β2 റിസെപ്റ്റേഴ്സിന് സ്മൂത്ത് മസിൽസിൽ, ലങ്സിലുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യിക്കുന്നു ആര്? എപ്പിനെഫ്രിൻ. സോ എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ സാധാരണ എപ്പി യൂസ് ചെയ്യുന്നത് കാണാറ്? കോമൺ ആയിട്ട് നമ്മളുടെ ടോപ്പ് ലിസ്റ്റിൽ ഇപ്പോഴും വരുന്ന ACLS ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നതാണ് എന്ത്? കാർഡിയക് അറസ്റ്റില് എപ്പിനെഫ്രിൻ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം എപ്പിനെഫ്രിന്റെ ഏത് പ്രോപ്പർട്ടി ആയിരിക്കും ഈ കാർഡിയക് അറസ്റ്റില് യൂസ് ചെയ്യപ്പെടുന്നത്? β1 റിസെപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. β1 റിസെപ്റ്റർ എന്താണ് ചെയ്യുന്നത്? ഹാർട്ടിലെ കൂടുതൽ പമ്പ് ചെയ്യുന്ന ഹാർട്ടിലെ റിസെപ്റ്റർ ആണ് ആര്? β1 റിസെപ്റ്റർ. അപ്പൊ β1നെ ആക്ടിവേറ്റ് ചെയ്ത് ഹാർട്ടിനെ പമ്പ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? എപ്പിനെഫ്രിൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കാർഡിയക് അറസ്റ്റില് അല്ലെങ്കിൽ ACLS അൽഗോരിതത്തില് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ, ഹാർട്ടിനെ എനിക്ക് എന്ന് പറഞ്ഞ് തള്ളിവിടുന്ന ആരാണ്? എപ്പിനെഫ്രിൻ ആണ്. എപ്പി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹാർട്ടിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് അവനെ നല്ല ഉറക്കത്തിലാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് എണീപ്പിച്ച് വിട്ടോളൂ അല്ലെ. അപ്പം ഈ ACLS കാർഡിയക് അറസ്റ്റില് നമ്മൾ ഇതിന്റെ എപ്പിനെഫ്രിന്റെ ഡോസേജ് എങ്ങനെയാണ്? എപ്പിനെഫ്രിന്റെ ഡോസേജ് എങ്ങനെയാണ്? നമ്മൾ 1 mg 10 ml ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ എവറി 3 to 5 minutes ആണ് സാധാരണ നമ്മൾ ഈ ACLS അൽഗോരിതം അനുസരിച്ച് നമ്മൾ ഈ പേഷ്യൻസിന്, ഈ കാർഡിയക് അറസ്റ്റ് ഉള്ള പേഷ്യന്റിന് പുഷ് ചെയ്യുക. ഓരോ സിറ്റുവേഷനിലും എപ്പിയുടെ ഡോസേജ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് സിനേറിയോ നോക്കാം. നമുക്ക് ഒരു പേഷ്യന്റ് വന്നു, ഹൈപ്പോടെൻഷൻ ആണ്, ബ്രാഡികാർഡിയ ഉള്ള പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ഹൈപ്പോടെൻസീവ് ഷോക്കിലാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് കൊടുക്കാം? ഡോക്ടർ ഒരു പക്ഷേ ഓർഡർ ചെയ്യും, എപ്പിനെഫ്രിൻ കൊടുത്തോളൂ, പേഷ്യന്റ് റിക്കവർ ആയിക്കോളൂ, അല്ലെങ്കിൽ പേഷ്യന്റ് മാനേജ് ചെയ്യാൻ അത് മതി എന്നൊക്കെ പറയും. അപ്പം ഈ ഹൈപ്പോടെൻസീവ് ഷോക്കിൽ എപ്പിനെഫ്രിൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എപ്പി നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് ബോഡിയിൽ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഹാർട്ടിലുള്ള റിസെപ്റ്ററിനെ പുഷ് ചെയ്യും, കൂടുതലെ കൺട്രാക്ട് ചെയ്യും, അങ്ങനെ കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്നൊക്കെ. അപ്പൊ എന്താണ് സംഭവം? β1 റിസെപ്റ്റർ, കാർഡിയക് നമ്മുടെ ഹാർട്ടിലുള്ള β1 റിസെപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് പ്രഷർ, ഹൈപ്പോടെൻഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്, ഹാർട്ടിനെ കൂടുതൽ പമ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ആര്? എപ്പിനെഫ്രിൻ. അപ്പം ഈ ഹൈപ്പോടെൻഷൻ ഷോക്കിൽ നമ്മൾക്ക് സാധാരണ കൊടുക്കുന്ന ഡോസേജ്, നമ്മൾ സാധാരണ IV ഇൻഫ്യൂഷൻ ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? എപ്പിനെഫ്രിൻ കൊടുക്കുന്നത്. IV ഇൻഫ്യൂഷൻ ആയിട്ട് 1 to 4 milligrams in a 250 ml ബാഗ്. 250 ml ബാഗിൽ 1 തുടങ്ങി 4 മില്ലിഗ്രാം വരെ എപ്പിനെഫ്രിൻ നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ IV ഇൻഫ്യൂഷൻ ആയി കൊടുക്കും. പേഷ്യന്റിന് പ്രഷറൊക്കെ പതുക്കെ കയറി പോകുന്നോളൂ. അത്രയും ലോ പ്രഷറൊക്കെയാണ്. പേഷ്യന്റ് മറ്റുള്ള തെറാപ്പീസ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ എപ്പി ചെന്നിട്ട് ഹാർട്ടിനെ എണീക്കടാ എന്ന് പറഞ്ഞ് എണീപ്പിച്ച് വിട്ടോളൂ. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ, കോമൺ ആയിട്ട് കാണുന്ന സിറ്റുവേഷൻ എന്താണ്?
പേഷ്യന്റ് അനാഫിലാറ്റിക് ഷോക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, എന്താണ് അലർജിക് റിയാക്ഷൻ അല്ലെ. അലർജിക് റിയാക്ഷൻ ഒക്കെ ആയിട്ട് ബ്രീത്തിങ് ട്രബിൾ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യന്റിന് ചിലപ്പം ആന്റിഹിസ്റ്റമിൻസ് ഒക്കെ കൊടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്താണ്, എപ്പിനെഫ്രിൻ അല്ലെ. ഇപ്പൊ ചിലപ്പം പേഷ്യന്റ് അപ്പൊ അലർജിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പേഷ്യന്റിനെ, ബ്രീത്തിങ് ട്രബിൾ ഒക്കെ ഉള്ള പേഷ്യന്റിനെ, അല്ലെങ്കിൽ അലർജി വന്നിട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയ്ക്ക് വരുന്ന പേഷ്യന്റ് സാധാരണ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിറ്റിയിൽ എപ്പിപെൻ എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുക്കാറുണ്ട് അല്ലെ. എപ്പിപെൻ, ഈ എപ്പിപെൻ അവര് ഇതുപോലെ എന്തെങ്കിലും അലർജിയുടെ ആരംഭത്തിൽ തന്നെ അവർ വീട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഈ എപ്പിപെൻ എടുത്തിട്ട് നമ്മുടെ തൈസില് മസിൽസിലൊക്കെ കൊടുത്ത് ഇൻജെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ അനാഫിലാക്സിസിനെ കൺട്രോൾ ചെയ്യാം അല്ലെ. അതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, നമ്മുടെ ICUല് പേഷ്യന്റ് വരാണ്, അനാഫിലാക്സിസ് ആണ്, സിവിയർ അനാഫിലാക്സിസ് ആണ്, പേഷ്യന്റിന് ബ്രീത്തിങ് ട്രബിൾ ആണ്, അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഈ പേഷ്യന്റിനെ എപ്പിനെഫ്രിൻ കൊടുക്കും. യൂഷ്വലി നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ഒരു പക്ഷേ IV ആയിട്ടോ അല്ലെങ്കിൽ IMK ആയിട്ടോ ആയിരിക്കും കൊടുക്കുക. IV ആണ് ഏറ്റവും ബെസ്റ്റ്, കാരണം എന്താണ്, റാപ്പിഡ് അബ്സോർപ്ഷൻ ആണ് IV കൊടുക്കുമ്പോൾ. അപ്പം അനാഫിലാക്സിസിൽ വരുന്ന പേഷ്യന്റിനെ നമ്മൾ കൊടുക്കുന്ന ഡോസേജ് ആണ് 0.2 to 0.5. പേഷ്യന്റ് വെയിറ്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ 0.2 to 0.5 milligrams എപ്പി നമ്മൾ കൊടുക്കും അല്ലെ. അപ്പം എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്നത്, ഈ എപ്പിനെഫ്രിന്റെ ഏത് പ്രോപ്പർട്ടി ആയിരിക്കും, α1 റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി. α1 റിസപ്റ്റർ ഏതാണ്, നമ്മുടെ സ്മൂത്ത് മസിൽസിനെ ഉള്ള പ്രോപ്പർട്ടിയാണ്. സ്മൂത്ത് മസിൽസിലുള്ള കൺസ്ട്രിക്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ബ്ലഡ് വെസൽസിലെല്ലാം സ്മൂത്ത് മസിൽസ് ഉണ്ട്. നമ്മുടെ എഡിമ ആ വഴി കുറഞ്ഞോളും. അല്ലെങ്കിൽ പേഷ്യന്റ് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, എയർവേക്ക് സ്വെല്ലിംഗ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതൊക്കെ പെട്ടെന്ന് സബ്സൈഡ് ആയി പൊക്കോളും. പേഷ്യന്റിന് പെട്ടെന്ന് ബ്രീത്ത് ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവാനും സാധിക്കുന്നു എപ്പി കൊടുക്കുമ്പോൾ അനാഫിലാക്സിസിന്റെ. ഈ അതർ കോമൺ സിനാരിയോസ് എപ്പി കൊടുക്കുന്ന ഏതൊക്കെയാണ്, ലാരിംഗൽ എഡിമ, ആസ്മ, നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ ആണ്. ഇതെല്ലാം കൂടാതെ ലോക്കൽ അനസ്തേഷ്യയില് എപ്പി കൊടുക്കുന്ന കാണാൻ പറ്റും. ലോക്കൽ അനസ്തേഷ്യയില് α1 റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുന്ന സെയിം പ്രോപ്പർട്ടിയാണ്. എന്തിനാണ് എപ്പി കൊടുക്കുന്നത്, എപ്പി കൊടുക്കുന്നത് ഈ പേഷ്യന്റിന്റെ നമ്മൾ ലോക്കലി അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അത് ഒരുപാട് സ്പ്രെഡ് ആയി പോവാതെ ലോക്കലി തന്നെ ഈ അനസ്തെറ്റിക് എഫക്ട് പിടിച്ചു നിർത്താനായിട്ട് α1 റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയിൽ തന്നെ കൂടുതൽ ലോങ് ഡ്യൂറേഷനിൽ പേഷ്യന്റിന് അനസ്തെറ്റിക് എഫക്ട് കിട്ടുന്നു. അതാണ് എന്ത്, ഈ ലൈഡോക്കെയിനിലും ബുട്ടിലിക്കെയിനിലെല്ലാം മിക്സ് ചെയ്തിട്ട് എപ്പി കൊടുക്കുമ്പം പേഷ്യന്റിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ എപ്പിയെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ പേഷ്യന്റിന് ഉണ്ടാവുന്ന ഗുണം എന്താണ്, എപ്പി ഈ ലോക്കൽ അനസ്തേഷ്യയിൽ കൊടുക്കുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ലോക്കൽ ഏരിയയിൽ കൂടുതലായിട്ട് അനസ്തെറ്റിക് എഫക്ട് പേഷ്യന്റിന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ എപ്പിനെഫ്രിൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. അപ്പം എപ്പിനെഫ്രിനെ പറ്റി കുറച്ച് ഒരു ചെറിയൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കണം. എപ്പി നമ്മൾ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി ഡ്രഗ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ ഡ്രഗ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.